നമ്മുടെ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്കായി ഒരു സർഗോത്സവം സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയാണ്. സർഗോത്സവത്തിൻ്റെ പേര് സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻ്റ് എന്നാണ്. കേരളത്തിലെ ഭിന്നശേഷി മേഖലയിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ സമഗ്രമായ അവതരണം, രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന വിധത്തിൽ നാം നടപ്പാക്കുന്ന പദ്ധതികളെ പരിചയപ്പെടുത്തൽ, ഈ മേഖലയിലെ ദേശീയ അന്തർദേശീയ വീക്ഷണങ്ങൾ, അസിസ്റ്റീവ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ, അതുപോലെ കലാ കായിക മികവുകളുടെ പ്രകടനം, തൊഴിൽ മേള, നൈപുണ്യ വികസന ശില്പശാല, ഇൻക്ലൂസീവ് ചലച്ചിത്രോത്സവം എന്നിവയെല്ലാം ചേരുന്ന വിധത്തിലാണ് സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 19 മുതൽ 21 വരെയുള്ള തീയതികളിൽ തലസ്ഥാന നഗരിയിലാണ് ഈ ഭിന്നശേഷി സർഗോത്സവം അരങ്ങേറുന്നത്. ടാഗോർ തിയേറ്ററാണ് കാർണിവലിൻ്റെ പ്രധാന വേദി. ജനുവരി 19 രാവിലെ 9:30 ടാഗോർ തിയേറ്ററിൽ കാർണിവൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും. അതുപോലെ വ്യത്യസ്ത കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സർഗപ്രതിഭകളൊക്കെയായ ഭിന്നശേഷി സഹോദരങ്ങൾക്കും വളരെ മാതൃകാപരമായ സംഭാവന ഭിന്നശേഷി മേഖലയിൽ നൽകിയിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമെല്ലാം പുരസ്കാരങ്ങളും സ്നേഹാദരങ്ങളും നൽകുന്ന പരിപാടിയും അതോടൊപ്പം ഉണ്ടാകും. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നടക്കും. 20-ാം തീയതി രാവിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനം നടക്കും. എല്ലാ വേദികളിലും ആംഗ്യഭാഷ വ്യാഖ്യാതാക്കൾ ഉണ്ടാകും. പല വേദികളിലായി ഒരേ സമയം 7 തരത്തിലുള്ള ഇവന്റുകൾ നടക്കുന്ന വിധത്തിൽ വിപുലമായ സംഘാടനമായിരിക്കും സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റിൽ അരങ്ങേറുക. കൈരളി, ശ്രീ, കലാഭവൻ, ടാഗോർ തിയേറ്ററുകളിൽ ഒരുക്കുന്ന ചലച്ചിത്രമേളയിൽ ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പ്രമേയമായി വരുന്ന ചിത്രങ്ങളും ഭിന്നശേഷിക്കാർ പിന്നണി പ്രവർത്തകരായി വരുന്ന സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത്. അതുപോലെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ പ്രവർത്തനങ്ങളും നൽകി വരുന്ന സേവനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ഒരു പ്രദർശനത്തിൻ്റെ രൂപത്തിൽ സ്റ്റാളുകൾ ഒരുക്കി അവിടെ സജ്ജമാക്കും. ഭിന്നശേഷി ഉപകരണങ്ങളുടെ, അതായത് അസിസ്റ്റീവ് ഡിവൈസസിൻ്റെ ഡെമോൺസ്ട്രേഷനും ഉണ്ടാകും. ഈ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പാനൽ ചർച്ചകളും ഓപ്പൺ ഫോറങ്ങളും കാർണിവലിൻ്റെ ഭാഗമായി നടക്കും. തൊഴിൽ മേള ഈ കാർണിവലിൻ്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാവും. തൊഴിൽ മേള വിമൻസ് കോളേജിൽ വെച്ചാണ് നടക്കുക. തൊഴിൽ മേളയിൽ 100ഓളം തൊഴിൽദായകരും 1000-ലധികം തൊഴിലന്വേഷകരും പങ്കെടുക്കും. ഭിന്നശേഷിക്കാർ എഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനും ആ പുസ്തകങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും കാർണിവലിൽ പ്രത്യേക വേദി ഒരുങ്ങും. ഒപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ സാഹിത്യ സൃഷ്ടികൾക്കും വൈജ്ഞാനിക രചനകൾക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനായി സൃഷ്ടികൾ ക്ഷണിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർ രചിച്ച പുസ്തകങ്ങളും ഭിന്നശേഷി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക പുസ്തകോത്സവവും സവിശേഷയിൽ ഉണ്ടാകും. ഭിന്നശേഷി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത, നൃത്ത, ദൃശ്യാവതരണ പരിപാടികൾ ഉൾപ്പെട്ട റിഥം കാർണിവലിന് നിറപ്പകിട്ടേകി പരിപാടികൾ അവതരിപ്പിക്കും. എല്ലാ ജില്ലകളിൽ നിന്നും നേരിട്ടെത്താൻ സാധിക്കാത്തവർക്ക് പരിപാടികളിൽ സാക്ഷ്യം വഹിക്കുന്നതിന് വെർച്വൽ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരായ ഡിസൈൻ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഈ കാർണിവലിൻ്റെ ലോഗോയ്ക്ക് നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി ലോഗോകൾ നമുക്ക് ലഭിച്ചു. കേൾവി വെല്ലുവിളികൾ നേരിടുന്ന ആലുവ സ്വദേശി
അബ്ദുൾ ഷുക്കൂർ KM ഡിസൈൻ ചെയ്ത ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഡിസൈനറായിട്ടുള്ള KM അബ്ദുൾ ഷുക്കൂർ ഇതിനോടകം ഒട്ടേറെ സർക്കാരിതര പ്രോഗ്രാമുകൾക്ക് വേണ്ടി ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലോഗോയ്ക്കുള്ള പുരസ്കാരവും മറ്റ് പുരസ്കാരങ്ങളും സവിശേഷ കാർണിവലിൻ്റെ ഉദ്ഘാടന വേദിയിൽ വച്ച് സമ്മാനിക്കും. അപ്പോൾ ഇതിൻ്റെ ജോബ് ഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രയോജനപ്രദമാകുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം ഭിന്നശേഷിക്കാർ വ്യക്തികൾ എന്ന നിലയിലും സംഘടനകൾ എന്ന നിലയിലും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഉണ്ടാകും.